സാധ്യത നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ മെമ്പറായിരുന്ന ജോണി, മറ്റെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമസ്കാരം. ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പാടം എങ്ങനെ കിടന്നത് എല്ലാവർക്കും അറിയാം. അതിനു വേണ്ടി ഈ പാടശേഖര സമിതിയും ഈ കർഷകരും കൂടി ചേർന്ന് അതിനുവേണ്ടി നമ്മുടെ കൃഷി ഓഫീസറും പഞ്ചായത്ത് അമ്പിളി മാഡം എല്ലാവരും നമ്മൾക്ക് സഹായം ചെയ്തു, ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഇതിനു വേണ്ടി ഒരുപാട് ഫണ്ട് ചിലവായി. എടുത്ത് കുറച്ച് പൈസ കൊടുത്തു. എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാടം നമുക്ക് എങ്ങനെയും ഇത് ചെയ്യണം. ഇതിൽ കൊയ്ത്തു മിഷനും എനിക്ക് നന്ദി പറയാറുണ്ട്. ഈ ഫണ്ട് പിരിക്കാൻ തന്നെ ഒരു ചെറിയൊരു ഫണ്ട് ഞങ്ങൾ സമിതിയിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചാൽ തുടങ്ങി വെക്കാനായിട്ട് വേണ്ടി മാത്രം അതിൽ നിന്ന് മുട്ടി അവിടെ പോയി ഞങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കി തരണം, ആൾക്കാരിൽ നിന്ന് ഇത്ര പൈസ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പാടശേഖര സമിതി ഇതുപോലെ നാട്ടുകാരുടെ സഹായത്തോടെ മിറ്റേർ ഇറങ്ങി. അതാണ് വലിയൊരു ഇത്. ഇത്ര വർഷം കൊണ്ട് കൃഷി ചെയ്യാണ്ടിരുന്ന പാടം നമ്മളത് കൃഷി അങ്ങനെ കൊയ്ത്ത് മിഷീൻ ഇറക്കി. അതും ഞങ്ങളിങ്ങനെ കൊയ്ത്ത് മിഷീൻ ഇറക്കണം എന്നൊക്കെ വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം കൊയ്തു, പാടം പണിതു. അത് ലളിതമായിരുന്നു പണിതിപ്പോൾ പാടം ഇറങ്ങാൻ മിഷീൻ ഇറങ്ങാൻ പറ്റണില്ല, വെള്ളം. പിന്നെ അവരോട് സഹകരിക്കണില്ല. അവർ കൊള്ളി കുത്തും. ഇത് ചെയ്ത് ഇതിൻ്റെ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് വന്നു, പഞ്ചായത്തിൽ നിന്ന് വന്നു, എല്ലാവരും വന്നു. അവരോട് കൊള്ളി കുത്തി പറിക്കാനൊക്കെ പറഞ്ഞു. അതിപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുക. ഈ മുരുക്കപ്പെട്ടം പാടം ആ കൃഷി ചെയ്യാൻ അടുത്ത വർഷം തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത വർഷം തന്നെ ആ പാടം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൃഷിക്കാർക്ക് ആഗ്രഹമുണ്ട്. അത് സാധിച്ചു തരണമെന്ന് ഞാൻ ഇവരോട് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് വേറെ ആരും അഭ്യർത്ഥിക്കാനില്ല. അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൽ സഹകരിച്ച എല്ലാവർക്കും എനിക്ക് നന്ദി പറയണം. ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓഫീസർ സാദി അവരുടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മെമ്പറായിരുന്ന ദിവ്യ, മുൻ മെമ്പറായിരുന്ന ജോണി, ജോയി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെക്രട്ടറി, പാടത്തിൻ്റെ സെക്രട്ടറി ഇവനെ ആൻഡു, ഇതിനും വേണ്ടി അയാളെയും കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൊഴിലുറപ്പിന്റെ ധാരുമാനെ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ക്ഷമിക്കുന്നുണ്ടോ? എനിക്ക് ആൾക്കാരുടെ പേരൊന്നും അറിയില്ല. പെട്ടെന്ന് എനിക്ക് പ്രായം 70 അവർക്ക് ഓർമ്മ കൊടുക്കുന്നുണ്ട്. അതുപോലെ തൊഴിലുറപ്പിൽപ്പെട്ട ഈ മെയിൻ തൊഴിലിട്ട ജാസ്മിൻ ഇല്ലേ ആള് സ്വാഗതം ചെയ്യുന്നു. തൊഴിലിൽപ്പെട്ട എല്ലാവരെയും, ഈ നാട്ടുകാരെയും കൃഷിക്കാരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ തേശ്ശേരി തെക്ക് പാടശേഖര സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പാടത്തിന്റെ കൊയ്ത്തുത്സവത്തിന്റെ ചടങ്ങിന്റെ അധ്യക്ഷ ശ്രീമതി ദിവ്യ ഷാജു, ഉദ്ഘാടകയായിട്ടെത്തിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള പ്രസിഡന്റ് അമ്പടി സോമൻ, കൃഷി ഓഫീസർ സ്വാതി, NRG ഓവർസിയർ ഷാലുമോൻ, ചടങ്ങിന് സ്വാഗതം പറഞ്ഞ മനോഹരേട്ടൻ, അതോടൊപ്പം തന്നെ നിലം ഇന്ന് പണി ഇവിടെ എന്താ പറയുക കൃഷി ഒരുക്കിയിട്ടുള്ള ലളിതേച്ചി, അതോടൊപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഏറെ നാളുകളായിട്ട് തരിശായിട്ട് കിടന്നിരുന്നൊരു പാടാണ് ഇതെന്ന് നമുക്കറിയാം. അത് നമ്മൾ ഈ രീതിയിലേക്ക് ആക്കാനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സഹായങ്ങൾ കൃഷിക്കാർക്ക് നൽകുന്നതോടൊപ്പം തന്നെ പ്രാദേശിക സർക്കാരായ കൊടകര ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലം ഒരുക്കി കൊടുക്കുകയാണ് ആദ്യത്തെ ഘട്ടം ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ തുടർന്ന് ആ ലളിതേച്ചി നമുക്കറിയാം ഇതിനേക്കാൾ മുൻപും കൂർക്ക അതുപോലെ തന്നെ മറ്റ് പച്ചക്കറി കൃഷികളൊക്കെ തന്നെ വലിയ രീതിയിൽ പാടത്ത് കൃഷി ചെയ്തിട്ടുള്ള ആളാണ്. എന്തായാലും
ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം രംഗങ്ങളിലൊക്കെ തന്നെ ഈ പ്രാദേശിക സർക്കാരായ കൊടകര ഗ്രാമപഞ്ചായത്തും കൃഷിഭവനൊക്കെ തന്നെ കർഷകർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്തായാലും കൂടുതൽ നേരം സംസാരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുകയാണ്. തുടർന്നുള്ള നാളുകളിലും ഇതുപോലെ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കർഷകർ, ഭൂ ഉടമകൾ എല്ലാവരും ജനപ്രതിനിധിയടക്കം ഉള്ള എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത കൂട്ടുകെട്ടായി ഇനിയും ഈ നാട്ടിൽ നമുക്കിതുപോലുള്ള സംരംഭങ്ങൾ എല്ലാവരും ചേർന്ന് നടത്താം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് അമ്പിളി സോമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയിച്ചേട്ടൻ, നമ്മുടെ കൃഷി ഓഫീസർ സ്വാതി, എല്ലാവരും ജോർജ്, ശാലുമോൻ, നമുക്ക് സ്വാഗതം പറഞ്ഞ മനോഹരമായിട്ട് പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കേണ്ടതാണ് പ്രസിഡന്റ് പറഞ്ഞ, ആൾക്കും തിരക്കുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവിധ ആശംസകളും ആദ്യമായിട്ട് നേരുകയാണ്. കാരണം ഇതുപോലെ ഒരുപാട് നാളുകളായിട്ട് നമ്മളുടെ പാടം തരിശായി കിടക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആൻഡപ്പഞ്ചായത്തിനാണ് നമ്മളുടെ ഈ പാടത്തേക്ക് കൊയ്ത്ത് മെഷീൻ ഇറക്കുക. അതൊരു വലിയ കടമ്പയായിരുന്നു. അത് ഈ നിലയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പാടശേഖര സമിതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ കർഷകരുടെയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിങ്ങനെ നടന്നിട്ട് ഉള്ളത്. അതുപോലെ നമ്മളുടെ ഈ പാടം എടുത്ത് പണിയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന മുൻകൈ എടുത്ത് ഇവിടേക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ലളിതേച്ചി, അതുപോലെ തന്നെ ഈ പാടത്തിനെ ഇതുപോലെ വിളഞ്ഞു നിൽക്കാനായിട്ട് സഹകരിച്ച നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അവരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം എനിക്കറിയാം ഈ പാടത്ത് ഞങ്ങൾക്ക് നിലമുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ കട വല്ലാതെതായി നിൽക്കുന്ന ഒരു തരം പുല്ലുണ്ട്, അത് കളച്ചു പറിക്കുക എന്ന് പറയുന്നത് നല്ല പണിയാണ്. അത് എല്ലാം നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ എല്ലാ അധ്വാനവും അതിൽ കൊടുത്തിട്ടാണ് ഇന്ന് ഈ നിലയിൽ നമ്മുടെ നെല്ല് വിളഞ്ഞു നിൽക്കുന്നത്. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. നമ്മുടെ പ്രിയപ്പെട്ട മനോഹരേട്ടൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് ചെയർമാന്മാരായ ദിവ്യ, ജോയി മെമ്പർ, അതുപോലെ നമ്മുടെ കൃഷി ഓഫീസർ സ്വാതി, ശാലുമോൻ, പ്രിയമുള്ള എൻ്റെ പാടശേഖര സമിതിയിലെ കർഷക സുഹൃത്തുക്കളെ, തൊഴിലുറപ്പ് തൊഴിലാളി സുഹൃത്തുക്കളെ, വളരെ സന്തോഷം. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തരിശുഭൂമി കൃഷി ചെയ്യാനുള്ള പാകത്തിലേക്ക് മാറ്റി നെൽകൃഷി ഇറക്കിയിട്ടുള്ള, മറ്റ് കൃഷികളൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നെൽകൃഷിക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ഒരു തരിശ് ഭൂമിയെ മാറ്റി അവിടെ കൃഷി ഇറക്കി വിളവ് കൊയ്യുന്നൊരു പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ വേറെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു പാടശേഖര സമിതിയിലോ ഏറ്റെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് അന്വേഷിക്കണം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഇത് വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ തരിശു ഭൂമികൾ നിലമായിട്ടുള്ള, അതായത് കൃഷി ചെയ്യാനായിട്ട് നെൽകൃഷി ചെയ്യാനുള്ള തരിശു ഭൂമികൾ കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രവർത്തനം ഏൽപ്പിച്ചു കൊടുക്കണം. അവർക്ക് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കെന്താണ് ഉൽപ്പാദന രംഗത്ത് വലിയൊരു കാൽവെപ്പായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കൺവേർജൻസ്, അതായത് സംയോജിത പദ്ധതികളുടെ ഒരു മാതൃക കൂടിയാണ് തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ കൃഷി വകുപ്പും അല്ലേ ഗ്രാമപഞ്ചായത്തും ചേർന്നിട്ടാണ് ഇതിങ്ങനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ പാടശേഖര സമിതികൾ ഇവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്നു അല്ലേ. അതൊരു വലിയ കാര്യമാണ്. പലരും തൊഴിലുറപ്പുകാർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരൊന്നും ഞങ്ങളുടെ ഭൂമിയിൽ ഇറങ്ങണ്ട എന്ന് പറയുന്ന പല ആളുകളെയും നമുക്കറിയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് ഇവിടുത്തെ അടക്കാരുകുളം പാടശേഖര സമിതി അംഗങ്ങളെയും കർഷക സുഹൃത്തുക്കളെയും കൊടകര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ കൃഷി ഓഫീസർ പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണിത്. ഇപ്പോൾ ദിവ്യ പറഞ്ഞതനുസരിച്ച് നിറച്ച് പുല്ല്
പുല്ല് വെറൈറ്റി പുല്ലുകളുണ്ടല്ലോ, ഇത് പറിക്കുമ്പോഴറിയാം അതിന്റെ ബലം എങ്ങനെയാന്ന്, അവന്മാരാരാന്ന് പറിക്കുമ്പോഴാണ് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ശക്തമായിട്ട് പടർന്നു പിടിച്ചിരുന്ന പുല്ലൊക്കെ മാറ്റി വരമ്പൊക്കെ വെച്ച് ഞാൻ കളക്ടറുടെ ഒപ്പം വന്ന് നിങ്ങളെ സന്ദർശിക്കാൻ വന്നപ്പോൾ ഇത് ഇത്ര ഗംഭീരമായ ഒരു പരിപാടിയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് എന്ന് എനിക്കത് ബോധ്യപ്പെട്ടില്ല. എന്തായാലും ഓരോരുത്തരെയും തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ മേഖലയിൽ വന്ന് പണിയെടുത്ത മുഴുവൻ ആളുകളെയും വടകര പഞ്ചായത്തിന് വേണ്ടിയിട്ടും അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന രീതിയിലും ഞാൻ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഷാലു നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലെ നമ്മുടെ NREGയുടെ എൻജിനീയർമാർ, ഓവർസിയർമാർ, ഷാലു ഒക്കെ അനൂപൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള വർക്കാണ്. അപ്പോൾ അവരെയും ആ ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല, നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് തൊഴിലുറപ്പ് മേഖലയിൽ ഇപ്പോൾ പണി വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ചില നിയമവശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് 100 ദിവസം തൊഴിൽ കിട്ടാവുന്ന രീതിയിലേക്ക് തൊഴിലാളികളെ നയിക്കാനായിട്ട് കഴിയും. ആ രീതിയിൽ തൊഴിൽ കണ്ടെത്താൻ കർഷക സുഹൃത്തുക്കളും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ADS-ഉം മറ്റേ ആശാ അംഗനവാടി ടീമിൻ്റെ ഒരു യോഗം വാർഡുകളിൽ വിളിച്ചു ചേർത്ത് എവിടെയൊക്കെ ഭൂമികളുണ്ട്, ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് ഇവർക്ക് പണി കൊടുക്കാൻ കഴിയും എന്ന് അന്വേഷിച്ചാൽ വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാനായിട്ട് കഴിയും. ഇതൊരു വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ്. ഫലവൃക്ഷ തൈകൾ നടാം. ഇപ്പോൾ ഇവർക്ക് പണിയില്ലാന്ന് വെച്ചാൽ ഏത് ഭൂമിയിൽ വേണമെങ്കിലും ഫലവൃക്ഷ തൈകൾ നടാം. പണിയില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഒരു 14 ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത പണി കണ്ടെത്തി നമ്മൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം എന്തായാലും ഔപചാരികമായി നമ്മുടെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായിട്ട് അറിയിക്കുകയാണ്. വേറെ ഒരുപാട് തിരക്കുകളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരം നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുക. കഴിഞ്ഞാൽ മതി. പൊന്നരിവാൾ പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ഓക്കെ. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ വിടരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർക്കുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താം. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിരുന്നു നിന്നരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജക്കെടുക്കില്ല, താനേ വിരിഞ്ഞൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുൻപേ കൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു പാടിടുന്നു. ഒന്നും അറിയാതെ പറയാതെ പോയിടുന്നു. ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ടു കൊട്ട കണ്ടു കൊച്ചിയിലടി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ
കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊല്ലം കണ്ടു ഇല്ലം കണ്ടു കൊച്ചിയിലായി മുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആരോമൽ പെങ്ങളുടെ ശേഖരാന മുന്നിയാർച്ച അവൾ അംഗം വെട്ടണ വേലയും കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ